അങ്ങ് മരിച്ചാലും ഈ ഭൂമിയിലുണ്ടാവും. എത്രയോ ശരീരം പോയവരെ നമ്മൾ സ്മരിക്കുന്നു. ഒരു പ്രയോജനമില്ലാതെ അത്രയും പേര് ഭൂമിയിലുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. ഒരാളിനെ പല പേര് വിളിക്കില്ലേ പരീക്ഷത്തെ. അച്ഛൻ തലയോലപ്പറമ്പിൽ പോയി വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ രാത്രി വളരെ വൈകിപ്പോയി. അമ്മ അദ്ദേഹം വരുമ്പോൾ ചൂട് ദോശ കൊടുക്കാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം വന്ന് നിർത്തിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. മോനോട് അമ്മ പറയും, മോനെ അച്ഛൻ വന്നു എന്ന് പറയും. അമ്മയുടെ ആരാണ് വന്നേ? മോനെ അച്ഛൻ വന്നു, കഥ തുറക്ക്. അമ്മയുടെ ആരാ വന്നേ? അതുകൊണ്ട് ഏതെങ്കിലും അമ്മ പറയാറുണ്ടോ, മോനെ എന്തോ എൻ്റെ ഭർത്താവ് വന്നടാ പറയുമോ? അമ്മയായിരിക്കും തലയോലപ്പറമ്പിൽ അച്ഛൻ പോകുന്നവരെ അമ്മയ്ക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ പറയുന്നു ഭർത്താവ് വരുന്നു എന്ന്. അത് അമ്മ കേട്ടു, അച്ഛൻ്റെ അമ്മ കേട്ടു. കൊച്ചുമ്മനോട് മകൻ പറയുന്നു അച്ഛൻ വന്നു എന്ന്. അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ അച്ഛൻ വന്നെന്ന് തോന്നുമോ? മരുമകൾ പറഞ്ഞത് കൊണ്ട് മരുമകളുടെ അച്ഛൻ വന്നെന്ന് തോന്നുമോ? അമ്മൂമ്മയ്ക്ക് ആര് വന്നെന്ന് തോന്നും? മകൻ വന്നു. അച്ഛൻ്റെ ജ്യേഷ്ഠൻ അതിനങ്ങേ മുറിയിൽ കിടന്ന് കേട്ടു. അനിയൻ്റെ ഭാര്യ പറയുന്നു അമ്മ വന്നു എന്ന്, അച്ഛൻ വന്നു എന്ന്. അദ്ദേഹത്തിന് അനിയൻ വന്നു എന്ന് തോന്നി. അനിയൻ അങ്ങേ മുറിയിൽ കിടന്ന് കേട്ടു, ചേട്ടൻ വന്നു എന്ന് തോന്നി. സഹോദരി കേട്ടു, ആങ്ങള പറയുന്നു, ആങ്ങള വന്നപ്പോൾ നാത്തൂൻ പറയുന്നു അച്ഛൻ വന്നു എന്ന്. അവർക്ക് സഹോദരൻ വന്നു എന്ന് തോന്നി. പുറത്തെത്ര പേര് വന്നു? ഓക്കെ. അകത്തോ ഭാര്യയ്ക്ക് ഭർത്താവ് വന്നു, മോൻ അച്ഛൻ വന്നു, അമ്മൂമ്മയ്ക്ക് മകൻ വന്നു, അനിയന് ചേട്ടൻ വന്നു, ചേട്ടൻ അനിയൻ വന്നു, സഹോദരിക്ക് സഹോദരൻ വന്നു. അയലത്തുകാരൻ അസൂയക്കാരനാണെങ്കിൽ പട്ടി ഒഴിക്കുമ്പോൾ അങ്ങനെ മഹാഭാവി വന്നെന്നും പറയും. എല്ലാം ഒരാളാണ്. വിളക്കിന് ദീപം എന്ന് പറയും, ഇംഗ്ലീഷുകാരൻ ലൈറ്റ് എന്ന് പറയും, തീ എന്ന് പറയും. അടുക്കളയിൽ ദീപം തെളിക്കൂ എന്ന് പറയുമോ അമ്മയോട്? അമ്മ ചായ ഇടാൻ രാവിലെ അമ്മ അടുക്കളയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും പറയുമോ? അതേ തീപ്പെട്ടി തിരുമേനയെ കൊണ്ട് കൊടുത്തിട്ട് ഈ സപ്താഹയജ്ഞം തുടങ്ങാൻ നിലവിളക്കിൽ തീ കത്തിക്കുമെന്ന് പറയുമോ? ഇല്ല. അടുപ്പിൽ അത് ചെയ്യുമ്പോൾ തീ കത്തിക്കുമെന്ന് പറയും. ക്ഷേത്രത്തിൽ അത് ചെയ്യുമ്പോൾ ദീപം കത്തിക്കുമെന്ന് പോലും പറയരുതെന്നാണ്. ദീപം തെളിക്കും. പണ്ടതിനാണ് ദീപം ദീപം അയലത്തുകാരൻ കൂടെ കേൾക്കാനാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലിരുന്ന് വർത്തമാനം പറയുന്നവരെല്ലാം വിളക്കത്തിക്കാൻ സമയമായി പോകാം എന്ന് പറയും. ആ ദീപം ദീപം എന്ന് പറയുന്നത് നമ്മളെന്താക്കി? ടി വി എന്നാക്കി. അപ്പോൾ മറ്റ് രണ്ട് മതങ്ങളിലുള്ളവർ അവരുടെ വീട്ടിൽ അതൊന്നും വെച്ച് കളിച്ചുകൊണ്ടിരിക്കത്തില്ല. നന്നായി അവരുടെ കാര്യങ്ങൾ പാലിക്കും. അപ്പോൾ പരബ്രഹ്മ ഉപദേശമാണ് 5 മിനിറ്റ് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്നു. മന്നവാ നീ മരിക്കുന്നുവെന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിഭ്രമം തന്നെ നിർണയം ആയതിന് കാരണം ചൊല്ലാൻ നിങ്ങൾക്കടോ ജന്മമരണങ്ങൾ ഈ ശരീരത്തിനേ ഉള്ളൂ, നിർമ്മലാത്മാവിനിവ ഒന്നും ഇല്ലല്ലോ. എങ്ങനെയെന്നാകിൽ അഗ്നി വേറിട്ടോരോ ഭിന്നമാകുന്ന ഒരുപാധി ഭേദങ്ങളാൽ നാനാവിധ വർണ്ണ രൂപഭേദങ്ങളായി തോന്നുന്നത് പോലെ ഭേദഭ്രമമെല്ലാം നാനാവിധ ഉപാധികളിലെ അമ്പന്യായതിൽ നിന്ന് അതിൽ മേവും ഗുണം പോലെ ശോഭിച്ചു നിന്നുപാധിക്ക് നാശം വരും നേരത്തതുണ്ട്. സ്വഭാവ വിഘ്നമിനാ നിൽക്കുന്ന ഒരഗ്നി പോലെ പരമാത്മാവ് നിൽക്കുന്നു, താൻ നശിച്ചിടുകയില്ലെന്നും. പരീക്ഷത്തെ നീ ഒരുത്തൻ തന്നെ മകനായി, മകൻ്റെ മകനായി, ഭാര്യയ്ക്ക് ഭർത്താവായി, മകൻ അച്ഛനായി, ഓരോ ജനത്തിന് ഓരോ വിധമായി കൊണ്ട് പേരുകൾ നാനാവിധം നനയ്ക്കുന്നത് പോലെ ഏകനാത്മാപലതായിരിക്കുന്ന ഏകബീജം മുളയായി, ഇലയായി, പിന്നെ വൃക്ഷമായി, നാനാവിധം ശാഖാപത്രമാണ്. ഒരു വിത്ത ചെറിയത് കുഴിച്ചിടുന്നതല്ലേ ഭൂമിയെ പിളർക്കുന്ന ശക്തിയോടെ മേളോട്ട് വരുന്നത് പരീക്ഷിച്ച് അത് പിന്നെ ഒരു ചെറിയ തണ്ടായി, രണ്ടലയായി, ചെടിയായി, മരമായി, വൃക്ഷമായി. എന്നിട്ടല്ലേ പൂവും കായും ഇലയും തരും. അകത്ത് ആ വിത്തിലിരിക്കുന്നത് ഒരാത്മാവല്ലേ? എന്തൊരു വലിയ വിശദീകരണമാണ്. നോക്കൂ, ഏകൻ ആത്മാപലതായി നീക്കുന്നത് ഏകബീജം മുളയായി, ഇലയായി, പിന്നെ വൃക്ഷമായി, നാനാവിധം ശാഖാപത്രമാം ഇത്യാദി പോലെ ഏകൻ ആത്മാ സമസ്തനായി, കാരണനായി, സമസ്തവും താനായി. ശരീരനാമം തനിക്കല്ലാതെ വേറില്ല എന്നതുകൊണ്ട് പല ശരീരാത്മക ഭിന്നമെല്ലാം ഏകനാത്മാവ് വേറില്ല. അഗ്നി ഉപാധി കൂടാതെ വസിക്കുന്നു, വിഘ്നമില്ല. പിന്നെ ഒന്നോട് കൂടുമ്പോൾ കാണുന്നത് പോലെ ആത്മാ സമസ്തത്തിൽ വേറിട്ട് നിൽക്കുന്നു, നശിക്കയില്ലതുമേ. സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ കിടന്ന് തൻ്റെ ശിരസ് വെട്ടിയതായി തോന്നി. ഉണർന്നു കഴിയുമ്പോൾ പിന്നെയും കാണുന്നു കഴുത്തിൻ്റെ മുകളിൽ ശിരസിരിക്കുന്നതായി എന്നതുപോലെ ശരീരാവസാനത്തിൽ നിന്ന് ഉണർന്നൊന്നായി ഭവിച്ചു കാണും തന്നെ. എത്ര ജനിച്ചാലും
എത്രയെത്ര മരിച്ചാലും ചിത്താകും ആത്മാവൊടുങ്ങുകയില്ലെന്നും. ഈ ആകാശം ഇടങ്ങഴി വെച്ചളക്കാൻ പറ്റുമോ പരീക്ഷത്തെ? ആകാശം ഇടങ്ങഴി വെച്ചളന്നൊക്കെയും തീർച്ചയാക്കാൻ പറ്റുമോ? താൻ ഒടുങ്ങുകയില്ലേവം. ആത്മാവ് ജനിക്കയുമില്ല, ആത്മാവ് മരിക്കയുമില്ല, ആത്മാവിനില്ല ഹാനി ഒരു നാളുമായി. നിങ്ങൾ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ശുഭാനന്ദ ഗുരുദേവൻ മാവേലിക്കര ചെറുപാടാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം. അദ്ദേഹം എഴുതിയ ഗാനം ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത യേശുദാസ് പാടി. അദ്ദേഹം പാടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ആ പാട്ട് പാടി പൈസ ഉണ്ടാകുന്നു പറഞ്ഞു. ആത്മാവിനി ബോവിൽ ബന്ധമില്ല, സ്വന്തദേഹവുമായോരോ ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. പറയ വംശത്തിൽ ജനിച്ചവളാണ്, അക്ഷരാഭ്യാസമില്ലായിരുന്നു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ മഹാരാജാവ് സ്വീകരിച്ചു. ശ്രീ നാരായണ ഗുരുദേവൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ്. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നു ചേരും. ബ്രഹ്മസ്വരൂപത്തിലെത്തുന്നതിന് സൽക്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം, കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ശാശ്വതമായുള്ളൊരാനന്ദരൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. നിത്യനിരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല, ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ഓ, അതാണിവിടെ ഭാഗവത്തിലെ തത്വമാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മാവ് ജനിക്കയുമില്ല, മരിക്കയുമില്ല, ആത്മാവിനില്ല ഹാനി ഒരു നാളുമേ. എപ്രകാരം കുടം ഭിന്നമാകും വിധൗത്തൽ, കുടത്തിലെ ആകാശം മഹാകാശത്തിൽ കൂടുന്നിത പ്രകാരം ഈ ശരീരങ്ങൾ നശിക്കുമ്പോൾ പ്രഭാരൂപം പരബ്രഹ്മണി കൂടും. മനസ്സം തന്നെ ഗുണങ്ങളെയും കർമ്മദേഹങ്ങളെയും ഉണ്ടാക്കുന്നു, മറ്റില്ല. ആത്മാവിനില്ല ഗുണകർമ്മഭേദങ്ങൾ, ആത്മനി മാനസം മായയാൽ ജീവനും ഞാൻ എന്നതിൽ സ്മൃതി തന്നെയും ഉണ്ടാകുന്നു. ഈ എണ്ണയും തിരിയും എത്ര മര്യാദക്കാരായിട്ടാണ് വിളക്കിലിരിക്കുന്നത്. പക്ഷെ എണ്ണ ഒഴിക്കാൻ ചെല്ലുമ്പം ആ ദീപത്തിൻ്റെ മുകളിൽ വീണാൽ എണ്ണ ദീപത്തിൻ്റെ ശത്രുവാകും. ഓ, ആത്മാവിനില്ല ഗുണകർമ്മഭേദങ്ങൾ, ആത്മനി മനസ്സമായാൽ ജീവൻ ഞാനെന്നതിൽ സ്മൃതി തന്നെ ഉണ്ടാകുന്നു. നൂനം എണ്ണയ്ക്കും തിരിക്കും അധിഷ്ഠാനമായിരിക്കും ഈ അഗ്നിസംയോഗം എത്ര നാൾ കാണും. അതിനാലും അത്ര നാൾ ദീപത്തിന് വിളക്ക് തുടങ്ങിയ നാമാന്വിതം നാമങ്ങിടുന്നത് പോലെ ആത്മാവിങ്കൽ നാമാതിദേഹരൂപാധി ഭവിക്കുന്നു. താമസരാജസ സാത്വിക ഗുണവൃത്തിയാഗ്നി വിയോഗത്തിൽ ദീപമെന്നുള്ള പേര് വിഘ്നം വരും പോലെ ആത്മാവ് നശിക്കുന്നതില്ലെന്നു തോന്നുന്നതല്ലാതെ ആത്മാവിനുമെന്നുമേ നാശവുമില്ലെന്ന നിർണയം. ആത്മാവ് ജ്യോതിഷരൂപമായി വ്യക്തമായി അവ്യക്തമായി സ്വരൂപമായി മഹാവിഷ്ണു പോലെ നിശ്ചലമായി ധ്രുവാധാരമായി ശാശ്വതമായിരിക്കുന്നതാത്മാവിങ്കൽ നാനത്വമായിട്ട് തോന്നുന്നതൊക്കെ ഈ മനസ്സ് വിഭ്രമമുള്ളതായി ഒന്നില്ല. ആകയാൽ ആത്മസ്നാകും ആത്മാവിനെ അനുമാനം ഉപമാന പ്രത്യക്ഷമായി മേമം പ്രമാണത്തെ ഗർഭിണിയാം ബുദ്ധി രൂപമാകുന്ന ഒരു ആത്മാവ് കൊണ്ടും വസുദേവാനുചിന്തയാ നന്നായി വിവേകിച്ചാൻ കേവലം ഓർത്തറിഞ്ഞിടോ പരീക്ഷിത്ത് മഹാരാജാവേ. ആ ബ്രാഹ്മണ കുട്ടിയുടെ വാക്യം കാരണമായിട്ട് തക്ഷകൻ രാജപ്രഭു അങ്ങേ വന്ന് കടിക്കുമെന്നോർക്കിലോ. സർപ്പമെന്നുള്ളത് നാശരൂപമല്ലോ. നാശസ്വരൂപമാം സർപ്പത്തിന് മൃത്യുവായിരിക്കുന്നതും ഈശ്വരൻ താനല്ലോ. ഏവം പരബ്രഹ്മമായി പരമ്പരമായിരിക്കുന്ന ഒരു ഈശ്വരൻ ഞാനെന്നും ഈ വണ്ണം ആത്മാവ് കൊണ്ട് തന്നെ ആത്മനിക ബലം കണ്ടൊരു നിഷ്കള ബ്രഹ്മണി. തക്ഷകൻ വന്ന ആ ആത്മാവിനെ കടിക്കുന്നത് എങ്ങനെ? പരീക്ഷത്തിൻ്റെ ശരീരത്തെ കടിച്ചേക്കാം. തക്ഷകന് വിഷവും നശ്വരമായ ശരീരത്തെയും വിഷമെല്ലാറ്റെയും കണ്ട വേറിട്ട് സാക്ഷിയെ കണ്ടിരിക്കുന്ന ഒരു ആത്മാവ് പരിപൂർണ്ണ ചിൽപ്രകാശ ആനന്ദം ആത്മനി ഞാൻ എന്തോ ചൊല്ലേണ്ടോ മന്നവ. വിശ്വാത്മകൻ തൻ്റെ ചേഷ്ടയുണ്ടേ ചൊല്ലും. വിശ്വവും ആത്മാവും അന്യമല്ലാത്തതും എത്ര കേൾക്കുന്നത് അങ്ങെത്ര ചിന്തിക്കുന്നു. യാതൊന്നതാണിതെന്നാകിലും തോന്നാതോരാനന്ദനായി നിശബ്ദനായി മൗനിയായി തോന്നാത്തതും ഇന്നതെന്നതും തോന്നാതെ തോന്നും ജ്ഞാപനമില്ലതേ തോന്നുന്ന തങ്ങളുടെ സ്വാത്മാവതാകവസ്ഥയിൽ
അന്യഭാവം പുനരേകവും എന്തടോ ലക്ഷ്യവും ലക്ഷണം ഒന്നുമില്ലോർക്കിലോ സാക്ഷാൽ പരബ്രഹ്മം എന്തു ചൊല്ലൂ പിന്നെ സാക്ഷാൽ പരബ്രഹ്മം. പരബ്രഹ്മത്തിൻ്റെ നടയിൽ 7 ദിവസം ഇരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. പരബ്രഹ്മം ഓച്ചറയിൽ എന്തോ ചൊല്ലുവോ പിന്നെ മിഥ്യയായുള്ളതിനെന്ത് പറയുന്നു? മിഥ്യന്നെ മറ്റു ലക്ഷണമില്ലല്ലോ. ഇങ്ങനെയുള്ള ഒരാത്മനി പരബ്രഹ്മണി അന്യമാം ദക്ഷകനാദികളെന്തടോ ഇത്തരം ഉള്ളതോ കൊണ്ടെന്തു ചൊല്വതും ഉത്തമനായ രാജാശിഖാമണി.